ഹായ് ഓൾ, വെൽക്കം ടു StudyWinPSC. നാളെ നടക്കുന്ന സെക്രട്ടേറിയറ്റ് OA എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓഫീസ് അറ്റൻഡൻറ്റ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉള്ളത്. നാളെ എക്സാം ഉള്ളവർ ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഒന്ന് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 1. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സമ്പാദ് കൗമുദി. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, DK കാർവെ. ക്വസ്റ്റ്യൻ നമ്പർ 3. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, മറാത്തി. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, അബനീന്ദ്രനാഥ ടാഗോർ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഒരു തവണ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, NV കൃഷ്ണവാര്യർ. ക്വസ്റ്റ്യൻ നമ്പർ 7. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, റഷ്യ. ക്വസ്റ്റ്യൻ നമ്പർ 8. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ബാലഗംഗാധര തിലക്. ക്വസ്റ്റ്യൻ നമ്പർ 9. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, പുന്നപ്ര വയലാർ സമരം. ക്വസ്റ്റ്യൻ നമ്പർ 10. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വെല്ലൂർ കലാപം. 11. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, G ശങ്കരക്കുറുപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 12. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, കുമാരനാശാൻ. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, KM മുൻഷി. ക്വസ്റ്റ്യൻ നമ്പർ 14. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, അനുച്ഛേദം 338B. ക്വസ്റ്റ്യൻ നമ്പർ 15. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, അനുച്ഛേദം 21A. ക്വസ്റ്റ്യൻ നമ്പർ 16. 2020 ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, യുണൈറ്റഡ് കിങ്ഡം. ക്വസ്റ്റ്യൻ നമ്പർ 17. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, വാർത്താവിനിമയം. ക്വസ്റ്റ്യൻ നമ്പർ 18. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 1, 3, 4. ശരിയായ പ്രസ്താവനകൾ: 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. ക്വസ്റ്റ്യൻ നമ്പർ 19. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. നീതി ആയോഗിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ്: നീതി ആയോഗ് 2015 ജാനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി തിങ്ക് ടാങ്കാണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 20. ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഗാന്ധിജിയുടെ മരണം. ക്വസ്റ്റ്യൻ നമ്പർ 22. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, മൈസൂർ.
ക്വസ്റ്റ്യൻ നമ്പർ 23. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഓസ്ട്രേലിയ. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വിഴിഞ്ഞം. ക്വസ്റ്റ്യൻ നമ്പർ 25. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 3 and 5 മാത്രം. ഗുജറാത്ത്, മധ്യപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 26. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. ആരവല്ലി പർവ്വതവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. ക്വസ്റ്റ്യൻ നമ്പർ 27. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, വടക്കൻ സിർക്കാസ് തീരം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടുന്ന തീരസമതലങ്ങളാണ് മലബാർ തീരം, ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം. ക്വസ്റ്റ്യൻ നമ്പർ 28. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. ക്വസ്റ്റ്യൻ നമ്പർ 29. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിന് അനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 30. അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, UN സെക്രട്ടറി ജനറൽ. ക്വസ്റ്റ്യൻ നമ്പർ 31. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഛത്തീസ്ഗഡ്, ഭൂപേഷ് ബാഗൽ. ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായി ആണ്. അത് ഓർത്ത് വെച്ചോണേ. ക്വസ്റ്റ്യൻ നമ്പർ 32. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഇറാൻ. ക്വസ്റ്റ്യൻ നമ്പർ 33. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 34. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 1 and 2. കണ്ണൂർ, കാസർഗോഡ്. ക്വസ്റ്റ്യൻ നമ്പർ 35. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 78. ക്വസ്റ്റ്യൻ നമ്പർ 36. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, അഷ്ടമുടിക്കായൽ. ക്വസ്റ്റ്യൻ നമ്പർ 37. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. പെരിയാർ നദിയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എറണാകുളം ജില്ലയിൽ വച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 38. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഷോളയാർ, പാലക്കാട്. ഷോളയാർ തൃശ്ശൂരാണ്. അത് ഓർത്ത് വെച്ചോണം. ക്വസ്റ്റ്യൻ നമ്പർ 39. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ആറളം. ക്വസ്റ്റ്യൻ നമ്പർ 40. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഇരവികുളം ദേശീയ ഉദ്യാനം. ക്വസ്റ്റ്യൻ നമ്പർ 41. ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 42. ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, അത്ലറ്റിക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 43. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 44.
നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏതു പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ക്വസ്റ്റ്യൻ നമ്പർ 45. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമികൾ. ക്വസ്റ്റ്യൻ നമ്പർ 46. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഇന്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 47. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണമെന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ദഹനം സുഗമമാക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 48. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, മാലിക് ആസിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 49. ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ആദിത്യ L1. ക്വസ്റ്റ്യൻ നമ്പർ 50. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വിരാട് കോഹ്ലി. ക്വസ്റ്റ്യൻ നമ്പർ 51. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, അല്ലു അർജുൻ. ക്വസ്റ്റ്യൻ നമ്പർ 52. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, പാരീസ്. ക്വസ്റ്റ്യൻ നമ്പർ 53. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, അപര്യാപ്തത രോഗങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 54. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, പവിത്ര, അന്നപൂർണ. ക്വസ്റ്റ്യൻ നമ്പർ 55. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 56. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 1 ശരി 3 ശരി, കാൽസ്യം, ഫോസ്ഫറസ്. ക്വസ്റ്റ്യൻ നമ്പർ 57. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 2 ശരി 3 ശരി, മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക്. നമ്പർ 58. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, കോഴിക്കോട്. ക്വസ്റ്റ്യൻ നമ്പർ 59. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ചെറുധാന്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 60. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു, ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സിങ്ക്, ഗലീന. ഗലീന എന്ന് പറയുന്നത് ലെഡിൻ്റെ അയിരാണ്. സിങ്കിൻ്റെ പ്രധാനപ്പെട്ട അയിര് കലാമിനാണ്. അത് ഓർത്ത് വെച്ചോണേ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികളാണ് അലൂമിനിയം ബോക്സൈറ്റ്, ഇരുമ്പ് ഹേമറ്റൈറ്റ്, കോപ്പർ കുപ്രൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 61. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 2ഉം 3ഉം, മാസ്, പ്രവേഗം. ക്വസ്റ്റ്യൻ നമ്പർ 62. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവേൻഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ക്വാണ്ടം ഡോട്ട്സ്. ക്വസ്റ്റ്യൻ നമ്പർ 63. ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 4 മാത്രം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ്. അത് ഓർത്ത് വെച്ചോണേ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 64. ചാന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. ക്വസ്റ്റ്യൻ നമ്പർ 65. എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 3. ക്വസ്റ്റ്യൻ നമ്പർ 66. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1ഉം 4ഉം. ശരിയായ പ്രസ്താവനകൾ: ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 67. ജലജന്യ രോഗമായ ഡയറിയയ്ക്ക് കാരണമായ രോഗാണു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ബാക്ടീരിയ. ക്വസ്റ്റ്യൻ നമ്പർ 68. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 2 ശരി 4 ശരി. മന്ത്, മലമ്പനി. ക്വസ്റ്റ്യൻ നമ്പർ 69. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1 ശരി 3 ശരി. ശരിയായ പ്രസ്താവനകൾ: സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 70. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സ്റ്റെതസ്കോപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 71. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ്. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 72. വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കണ്ണ്. ക്വസ്റ്റ്യൻ നമ്പർ 73. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഡയേറിയ, ബാക്ടീരിയ. ക്വസ്റ്റ്യൻ നമ്പർ 74. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1 ശരി 2 ശരി. ശരിയായ പ്രസ്താവനകൾ: ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 75. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. വിറ്റാമിൻ ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അതോർത്ത് വെച്ചോണേ. ഓക്കെ. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവയാണ്: വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 76. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1 ശരി 4 ശരി. ശരിയായ പ്രസ്താവനകൾ: ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 77. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഹൃദയം. ക്വസ്റ്റ്യൻ നമ്പർ 78. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാതൃക അരി എന്നറിയപ്പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആസാം. ക്വസ്റ്റ്യൻ നമ്പർ 79. 2023 ഓഗസ്റ്റിൽ EG 5.1 ഇറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ക്വസ്റ്റ്യൻ നമ്പർ 80. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കേരളം. ഇനി 81 മുതൽ 100 വരെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത്. ഓക്കെ. 81 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. 82 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 83 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 84 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. 85 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. 86 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. 87 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. 88 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. 89 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 90 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. 91 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. 92 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. 93 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. 94 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. 95 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 96 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. 97 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. 98 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 99 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 100 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി.
അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പെറ്റർലൂ കൂട്ടക്കൊല, റഷ്യൻ വിപ്ലവം. ശരിയായ ജോഡികളാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഫ്രഞ്ച് വിപ്ലവം, ലോങ് മാർച്ച്, ചൈനീസ് വിപ്ലവം, പാരീസ് ഉടമ്പടി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ക്വസ്റ്റ്യൻ നമ്പർ 2, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഇരവിപേരൂർ. ക്വസ്റ്റ്യൻ നമ്പർ 3, 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കെ കേളപ്പൻ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഫസൽ അലി. ക്വസ്റ്റ്യൻ നമ്പർ 5, ചേരുംപടി ചേർക്കുക. ദേശീയ സമരകാലത്തെ പത്രങ്ങൾ, നേതാക്കൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി, വന്ദേ മാതരം ലാലാ ലജ്പത് റായി, അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായി നവറോജി. ക്വസ്റ്റ്യൻ നമ്പർ 6, പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ പെടാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കേരള രത്നം. ക്വസ്റ്റ്യൻ നമ്പർ 7, പാമുലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, മണിപ്പൂർ. ക്വസ്റ്റ്യൻ നമ്പർ 8, മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കൊറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 2 പ്രസ്താവനകളും ശരി. ക്വസ്റ്റ്യൻ നമ്പർ 9, ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഓവർലേ വിശകലനം. ക്വസ്റ്റ്യൻ നമ്പർ 10, രചന ഡോബ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, രവി ചിനാബ് നദികൾക്കിടയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 11, താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, സൂററ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 12, കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, കർബുഡെ. ക്വസ്റ്റ്യൻ നമ്പർ 13, ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, PC മഹലനോബിസ്. ക്വസ്റ്റ്യൻ നമ്പർ 14, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിപ്പിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ചില്ലറ വില. ക്വസ്റ്റ്യൻ നമ്പർ 15, സെൻസെക്സ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, നിക്ഷേപം. ക്വസ്റ്റ്യൻ നമ്പർ 16, ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കാർവേ കമ്മിറ്റി. 17, WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 1995. ക്വസ്റ്റ്യൻ നമ്പർ 18, ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കേരളം. ക്വസ്റ്റ്യൻ നമ്പർ 19, 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 111. ക്വസ്റ്റ്യൻ നമ്പർ 20, താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 1, 3, 4. തുങ്കൻ കമ്മിറ്റി, ബൽവന്തറായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 21, ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, അവശിഷ്ട അധികാരങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 22, ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, പാർലമെന്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 23, താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 1, 3 ശരി. വക്കം പുരുഷോത്തമൻ, പി ശ്രീരാമകൃഷ്ണൻ. ക്വസ്റ്റ്യൻ നമ്പർ 24, പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പാർട്ട് 2. ക്വസ്റ്റ്യൻ നമ്പർ 25, താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 1 തെറ്റ്, 2, 3 ശരി. ശരിയായ പ്രസ്താവനകൾ: കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്നും
കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇവിടെ 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, രണ്ടും തെറ്റാണ്. അതുകൊണ്ട് ഇനി അത് വായിക്കുന്നില്ല കേട്ടോ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 27. പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഓൺലി 1 and 3. ശരിയായ പ്രസ്താവനകൾ: പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 28. സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഓൾ ഓഫ് ദി എബോവ്. 1, 2 and 3. ശരിയായ പ്രസ്താവനകൾ: സെയിൽ ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 29. സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഓൺലി 1 and 3. ശരിയായ പ്രസ്താവനകൾ: സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. വിജിലൻസ് കമ്മീഷന്റെ തലവൻ വിജിലൻസ് കമ്മീഷണറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഓൺലി 2 and 3. ശരിയായ പ്രസ്താവനകൾ: കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഓൾ ഓഫ് ദി എബോവ്. 1, 2 and 3. ശരിയായ പ്രസ്താവനകൾ: ജനങ്ങളെ സാക്ഷരരാക്കുക എന്നത് ഇതിൻ്റെ ലക്ഷ്യമാണ്. ഇന്റർനെറ്റ് ഇലക്ട്രോണിക്സ് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 32. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഓൺലി 2 and 3. ശരിയായ പ്രസ്താവനകൾ: കേന്ദ്രത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷന്റെ അധിപൻ. ക്വസ്റ്റ്യൻ നമ്പർ 33. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഓൾ ഓഫ് ദി എബോവ്. 1, 2 and 3. ശരിയായ പ്രസ്താവനകൾ: ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ലക്ഷ്യം. ക്വസ്റ്റ്യൻ നമ്പർ 34. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സെറിബെല്ലം. ക്വസ്റ്റ്യൻ നമ്പർ 35. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ടൈഫോയിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 36. ശരീരത്തിനാവശ്യമായ ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, കാർബോഹൈഡ്രേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 37. ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 1 and 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 38. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഓക്സിജൻ. ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടുന്ന വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൽ, നൈട്രസ് ഓക്സൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 39. ജീവകങ്ങളും അവരുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ജീവകം B1 പെല്ലഗ്ര. ജീവകം B3 ആണ് പെല്ലഗ്ര. അതോർത്ത് വെച്ചോണേ. ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ജീവകം A സീറോഫ്താൽമിയ, ജീവകം D റിക്കറ്റ്സ്, ജീവകം C സ്കർവി. ക്വസ്റ്റ്യൻ നമ്പർ 40. വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, വൈറസ്. ക്വസ്റ്റ്യൻ നമ്പർ 41. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ആർദ്രം. ക്വസ്റ്റ്യൻ നമ്പർ 42. ഒരാൾ എയിൽ നിന്ന് പുറപ്പെട്ട് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം
വലത്തേക്ക് ലംബമായി തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിൽ എത്തുന്നു. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 5 കിലോമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 43. ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1, 2. തെറ്റായ പ്രസ്താവനകൾ: പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പരസ്പരം നിർവീര്യമാക്കുന്നു. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത സമയങ്ങളിൽ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 44. പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കിലോ വാട്ട് അവർ. പവറിൻ്റെ യൂണിറ്റുകളാണ് വാട്ട്, ജൂൾ പെർ സെക്കൻഡ്, ഹോഴ്സ് പവർ. ക്വസ്റ്റ്യൻ നമ്പർ 45. നാസ ഗോസ് യു ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണം. ക്വസ്റ്റ്യൻ നമ്പർ 46. കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1, 2. ബ്രഹ്മപുരം, കോഴിക്കോട്. ക്വസ്റ്റ്യൻ നമ്പർ 47. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹ സങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആൻറ്റിമണി. ക്വസ്റ്റ്യൻ നമ്പർ 48. റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 49. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓസ്മിയം. ക്വസ്റ്റ്യൻ നമ്പർ 50. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഹൈദരാബാദ്. ക്വസ്റ്റ്യൻ നമ്പർ 51. ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്ന്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി നവംബർ 10. ക്വസ്റ്റ്യൻ നമ്പർ 52. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുഖനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ജോസഫ് മുണ്ടശ്ശേരി. ക്വസ്റ്റ്യൻ നമ്പർ 53. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഈ വരികൾ ആര് എഴുതിയതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇടശ്ശേരി. ക്വസ്റ്റ്യൻ നമ്പർ 54. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സുനിൽ ഛേത്രി. ക്വസ്റ്റ്യൻ നമ്പർ 55. ലക്ഷണയുക്തമായ ആദ്യ മലയാള നോവൽ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇന്ദുലേഖ. ക്വസ്റ്റ്യൻ നമ്പർ 56. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി SK വസന്തൻ. ക്വസ്റ്റ്യൻ നമ്പർ 57. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. ഇതാരുടെ വാക്കുകളാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ MT വാസുദേവൻ നായർ. ക്വസ്റ്റ്യൻ നമ്പർ 58. മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ചെണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 59. ഇനി പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ റാം. ക്വസ്റ്റ്യൻ നമ്പർ 60. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സംഖ്യാ ഡേറ്റയും കണക്കുകൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 61. സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേര്? മെറ്റ. ക്വസ്റ്റ്യൻ നമ്പർ 62. ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി റൂട്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 63. ഏത് മാൽവെയർ ആണ് അതിൻ്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി റാൻസംവെയർ. ക്വസ്റ്റ്യൻ നമ്പർ 64. ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1. ശരിയല്ലാത്ത പ്രസ്താവന: മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ്. ഗാർഹിക പീഡന നിയമപ്രകാരം ശരിയായ പ്രസ്താവനകളാണ്: വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർത്തൃമാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. സഹോദരിക്ക് സഹോദരനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. മകൾക്ക് അച്ഛനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 65. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1993. ക്വസ്റ്റ്യൻ നമ്പർ 66. ബാലനീതി നിയമം പ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മിനിമം 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. ക്വസ്റ്റ്യൻ നമ്പർ 67. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 10 ലക്ഷം രൂപ വരെ. ക്വസ്റ്റ്യൻ നമ്പർ 68. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതാണെങ്കിൽ ഉത്തരം ലഭ്യമാക്കേണ്ട സമയപരിധി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 48 മണിക്കൂർ.
ക്വസ്റ്റ്യൻ നമ്പർ 69 ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ. ഇവിടെ കൊടുത്തിരിക്കുന്നത് രേഖാ ശർമ്മയാണ്. അതിപ്പം മാറിയിട്ടുണ്ട്. ഇപ്പം ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആണ്. അത് ഓർത്ത് വെച്ചോണേ. ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. ക്വസ്റ്റ്യൻ നമ്പർ 70 വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഗാർഹിക പീഡന നിയമം. ഇനി 71 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്സ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത്. 71 ഓപ്ഷൻ ബി, 72 ഓപ്ഷൻ ഡി, 73 ഓപ്ഷൻ ബി, 74 ഓപ്ഷൻ ഡി, 75 ഓപ്ഷൻ എ, 76 ഓപ്ഷൻ സി, 77 ഓപ്ഷൻ ബി, 78 ഓപ്ഷൻ എ, 79 ഓപ്ഷൻ ബി, 80 ഓപ്ഷൻ ബി. Question number 81. Mr. Gopal accompanied by his 2 managers dash leaving for London. Correct answer option B is. Question number 82. If you work with confidence, you. Correct answer option C will succeed. Question number 83. Richard refused to accept the free ride because he was dash honorable man. Correct answer option A. Option B Anne. Question number 84. The registrar of the university said that the students dash earn 85% attendance to be eligible to appear for the examination. Correct answer option A should. Question number 85. They hardly remember anything dash question mark. Correct answer option D do they. Question number 86. Ask little Albert could not dash his nagging grandmother. He decided to leave home. Correct answer option B put up with. Question number 87. If your team dash again, you will be out of the competition. Correct answer option B loss. Question number 88. Pick out the antonym of the word clear from the following. Correct answer option A murky. Question number 89. The students found the project to be dash because it was very easy. Correct answer option D a piece of cake. Question number 90. Substitute the underlined phrase with any one of the following words. Hitler believed himself to be all powerful. Correct answer option C omnipotent. 91. താഴെ കൊടുത്തവയിൽ മകൻ എന്ന പദത്തിൻ്റെ അലിംഗ ബഹുവചനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 92. മലയാളത്തിൻ്റെ എഴുത്തുരീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇന്ത്യയിലുള്ള ദരിദ്രരും അവശരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പാനുള്ള ശാന്തവും സദ്യഫലവുമായ ഒരേ ഒരു ഉപായം ഖാദിയല്ലാതെ വേറെയൊന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 93. താഴെ കൊടുത്ത പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 2 മാത്രം ശരിയാണ്. ഈ 2. ക്വസ്റ്റ്യൻ നമ്പർ 94. നക്ഷത്രമെണ്ണുക എന്ന പ്രയോഗത്തിന് മലയാളത്തിൽ നടപ്പുള്ള അർത്ഥം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കഷ്ടപ്പെടുക. ക്വസ്റ്റ്യൻ നമ്പർ 95. താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 1, 3 എന്നിവ മാത്രം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ആ മലവെള്ളം കുറേ ദിവസം നിന്നു. ക്വസ്റ്റ്യൻ നമ്പർ 96. ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ചിത്ത് പ്ലസ് മയം. ക്വസ്റ്റ്യൻ നമ്പർ 97. ചേരുംപടി ചേർക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. അർത്ഥവിരാമം രോധിനി, അപൂർണവിരാമം ഭിത്തിക, പൂർണ്ണവിരാമം ബിന്ദു, അല്പവിരാമം അങ്കുശം. ക്വസ്റ്റ്യൻ നമ്പർ 98. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ദന്തഗോപുരം, തീരുമാനം എടുക്കാൻ പറ്റാത്ത സ്ഥലം. ശരിയായ ജോഡികൾ: വൈതരണി ദുർഘട സ്ഥലം, ഭഗീരഥ പ്രയത്നം കഠിനമായ അധ്വാനം, അക്ഷയപാത്രം അവസാനിക്കാത്ത സമ്പത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 99. കൂട്ടത്തിൽ ചേരാത്തത് തിരിച്ചറിയുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി താരം താരകം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ:
മഞ്ഞുതൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹരൂപം കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എക്സ്പ്ലെയിൻ ചെയ്ത പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് പ്ലേലിസ്റ്റിലുണ്ട്. എല്ലാവരും അത് നോക്കി പഠിക്കണം. അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. പിന്നെ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്